6 is one of such kind, and it has been a prayer of David. ഇതിനെ 4 ഘട്ടങ്ങളായി ചരിത്ര പശ്ചാത്തലങ്ങൾ അതിനെ തിരിച്ചിട്ടുണ്ട്. We could divide that into 4 parts depending upon the historical background. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രാർത്ഥനയുടെ വാക്കുകൾ മാത്രം അതിനകത്ത് കാണുവാൻ കഴിയും. Verse 1 to 4 tells only about prayer. 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രാർത്ഥനയും പ്രസ്താവനയും അതിനകത്ത് കാണുവാൻ കഴിയുന്നു. In verse 6 to 10 we could read about prayer and the declaration. 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ അതിനകത്ത് വിവരിക്കുന്നുണ്ട്. Verse 11 to 14 tells about God's wonderful deeds. 16 17 വാക്യങ്ങൾ വായിക്കുമ്പോൾ വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ദൈവസന്നിധിയിൽ പ്രാർത്ഥന നന്ദിയായി മാറുന്നുണ്ട്. Verse 16 and 17 tells about this prayer changing into gratitude. ഈ സങ്കീർത്തനം 4 ഘട്ടങ്ങളായി തിരിക്കപ്പെടുമ്പോൾ when it has been divided into 4 parts, ദൈവത്തിന്റെ വചനത്തിന്റെ ഓരോ വാക്കുകളും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ കഴിയുവാൻ ഇടയായി തീരട്ടെ. all the words of this Bible, all the words that we read should bring us closer to God. 86 സങ്കീർത്തനം 1 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവേ ചെവിചായിക്കണം, എനിക്ക് ഉത്തരം അരുളണമേ. Verse 1 we read like this, bow down thine ear, O Lord, hear me, for I am poor and needy. ലോകത്തിലെ മാനുഷികമായ പല ചെവികളും അടഞ്ഞു പോകുമ്പോൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നവർക്ക് ഉറപ്പുണ്ട്, നമുക്ക് വേണ്ടി ഒരു ചെവി ചായിക്കും. Amen. When all the ears of this world were shut against you, I have the person who is sitting in the presence of God, praying in the presence of God, have one assurance that God will open his ears for the prayer. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്നുള്ള ഉറപ്പാണ് ഇന്ന് പകലും ദൈവത്തെ ആരാധിക്കാൻ ഇവിടെ വന്നത്. We are in the presence of God worshiping with the assurance that we serve a God who hears our prayers. എത്ര പേര് അങ്ങനെ വിശ്വസിക്കുന്നവർക്കായി How many of you believe that? I thank God for them. കർത്താവിനെ നന്ദിയോടെ കർത്താവിനെ സ്തോത്രം Let's ചെയ്താട്ടെ. praise and thank God. Hallelujah. ഇന്നലെ നമ്മുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ടാണ് ഇന്ന് പകൽ നമ്മളെ ആയിരിക്കുന്നത്. Since God heard our prayers in the previous days, in the past, that's the reason why we are here this morning. ഇന്നലെ നമ്മുടെ നിലവിളി കർത്താവ് ശ്രദ്ധിച്ചതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. God has heard our supplications and crying, then that's the reason why we are here this morning. ഇന്ന് പകൽക്കാലം ദൈവസ്ഥലായിരിക്കുന്ന ദൈവമക്കളെ ഈ പകലിലും ദൈവസ്ഥലിരിക്കുന്ന ഉറപ്പോടെ ഇരിക്കണം. ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത്, ഞാൻ ദൈവസ്ഥലിൽ നിൽക്കുന്നത്, എനിക്ക് ഉറപ്പുണ്ട് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. And while sitting in the presence of God this morning, we should have an assurance this morning that there is a God whom I serve and he will answer my prayers. കാരണം ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ കർത്താവ് തള്ളിക്കളയില്ല. And because God, the person who trusts in God, God will never leave or forsake him. അതിന്റെ 3-ാം വാക്യം ശബ്ദം ഉയർത്തി ദൈവസന്നിധിയിൽ വായിച്ചു. Can someone read verse 3 loudly? 3-ാം വാക്യം. കർത്താവേ എന്നോട് കൃപയുണ്ടാകണം, be merciful unto me, ഞാൻ ഇടവിടാതെ നിലവിളിക്കുകയാണ്. for I cry unto thee daily. ഞാൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഇടവിടാതെ പറയുകയാണ്. I am daily crying unto your crying in your presence. 61-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. Psalm 61 verse 1. ശബ്ദം ഉയർത്തി വായിച്ചു. 61-ാം സങ്കീർത്തനം 1-ാം വാക്യം ഒന്ന് വായിച്ചേ. Psalm 61 verse 1. ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്നോട് നിലവിളിക്കുകയാണ്. Hallelujah. When God hear my cry and attend unto my prayer, for when my heart is overwhelmed, I cry from the end of the earth. ഈ ഏത് അവസ്ഥയിലും ഏത് സാഹചര്യത്തിലും ഇരുന്ന് നിലവിളിച്ചാലും, if you cry in whatever circumstances or whatever situations that you are in, സ്വർഗ്ഗം അത് കേൾക്കും. God will hear that. സ്വർഗ്ഗം അത് കേൾക്കും. God will hear that. നിന്നെ അറിയുന്ന ദൈവമുണ്ട്. There's a God who knows you. നിന്റെ കരച്ചിലിനെ കാണുന്ന ഒരു ദൈവമുണ്ട്. There's a God who hears you cry. നിന്റെ നിലവിളിയെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്. There's a God who hears the supplication. ഇന്ന് പകൽ എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? How many of you believe that? മറ്റാരും അറിഞ്ഞില്ലെങ്കിൽ എൻ്റെ ഹൃദയം ഇടിക്കുന്നത് സ്വർഗ്ഗം അറിയുന്നുണ്ട്. Doesn't matter, no one else knows that, but God who knows you. എൻ്റെ ഹൃദയം ക്ഷീണിക്കുന്നത് ദൈവം അറിയുന്നുണ്ട്. God knows my brokenness of my heart. ഇന്ന് പകൽക്കാലം നമ്മുടെ അവസ്ഥകളെ മനസ്സിലാക്കുന്ന ഒരു ദൈവസന്നിധി, God who understands our situations. ഇടവിടാതെ നിലവിളിക്കുന്ന ദൈവം ഇതിൽ ഉറപ്പോടെ പറയാം. Cry unto him daily, and I can tell you and give an assurance this morning. അവൻ എൻ്റെ കണ്ണിനെ കണ്ണുനീരിന് വിടുവിക്കും. God will take my tears away. എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് വിടുവിക്കും. And he will guide my steps. എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കും. He will take care of my life. കർത്താവ് സകലത്തിന്മേൽ അധികാരമുള്ളവനാണ്. He has authority over everything. എത്ര പേർ അത് വിശ്വസിക്കുന്നു? How many of you believe that? അന്ന് പകൽക്കാലം നമ്മുടെ ഉള്ളം തകരുമ്പോൾ, when our heart is broken, നമ്മുടെ ഉള്ളിൽ ആശ്വാസം പകരുന്ന ഒരു ദൈവമുണ്ട്. there's a God who comforts you. അത് നമ്മൾ സേവിക്കുന്ന നിത്യനായ കർത്താവാണ്. And that God is a God whom we serve. ആ നിലവിളിയെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവം ഇവിടെയുണ്ട്. There's a God who hears our prayers. അതുകൊണ്ട് നമ്മുടെ കരച്ചിൽ വൃഥാവായി പോകത്തില്ല. Your crying is not in vain. 56-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. Psalm 56
we read like അവൻ എന്റെ this. കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെക്കുന്നു. God is collecting my tears. ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു ദൈവമുണ്ട്. We serve a God who collects your tears. മാനുഷികമായി പലതും നമ്മുടെ കണ്ണിന് പോയാതെ പോയാലും When people around you might not see you, ഇന്ന് പകൽക്കാലം നമ്മെ കാണുന്ന ഒരു ദൈവം അവൻ തുരുത്തിയിലാക്കിയാണ്. there is a God who sees your tears and collects them. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? How many of you believe that? സൈന്യങ്ങളുടെ യഹോവയായ ദൈവം ഇങ്ങനെ അരുളിച്ചെയ്യുകയാണ്. God of hosts is declaring like this. നീ കണ്ണുനീർ താഴ്വരയിൽ കൂടെ നടന്നാലും Even if you walk through the valley of darkness, അത് ജലാശയമാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. that God will change that into a stream. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? How many of you believe എത്ര പേര് that? അങ്ങനെ പ്രാർത്ഥിക്കാൻ How many of you are തയ്യാറാണ്? ready to pray like ദൈവം എന്റെ that? നിലവിളി ശ്രദ്ധിക്കണം. God will answer my എന്റെ prayers. പ്രാർത്ഥന ശ്രദ്ധിക്കണം. God, listen to my ഞാൻ prayers. ഇടപെടാതെ കരയുന്നത്, Lord, my cryings, ഞാൻ ഇടപെടാതെ നിലവിളിക്കുന്നത് my daily cryings, എന്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതമാക്കി മാറ്റും. Lord, make that into wonder in my life. അതായത് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. When we read downwards, we read like this. എന്റെ കർത്താവ് 8-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുകയാണ്. In verse 6, we read like this. കർത്താവേ, ദേവന്മാരും നിനക്ക് തുല്യനായവനില്ല. Lord, there is no one else like you. നിന്റെ പ്രവർത്തികൾക്ക് തുല്യമായ ഒരു പ്രവൃത്തിയുമില്ല. There is no work which can be compared to your work. ദൈവവൈതലെ പ്രാർത്ഥിക്കുന്നവർക്ക് ഉറപ്പ് വരണം. You should have an assurance ഞാൻ for ആരോട് those who pray. പ്രാർത്ഥിക്കുന്നു? You should understand to whom you are praying. നിലവിളിക്കുന്നു? You should understand to whom you are giving a sending a supplication. ആരുടെ ദൈവപാദപീഠത്തിലായിരിക്കുന്നത്? Oh, you should understand in whose footsteps are you in. നിന്റെ പ്രവൃത്തിക്ക് തുല്യമായി വേറൊരു പ്രവൃത്തിയില്ല. There is no work that can be compared to your work. എത്ര പേര് അത് How many വിശ്വസിക്കുന്നു? of you can believe that? ദൈവത്തിന്റെ പ്രവൃത്തി എനിക്ക് വേണ്ടി വന്നാൽ, If God works for me, ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമായി if വന്നാൽ, God's hand is in favor of me, ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി എഴുന്നേറ്റാൽ, if God's hand stands for me, ദൈവത്തിന്റെ കരം എന്റെ കുടുംബത്തിൽ വന്നാൽ, if God's hands come in my life, my ദൈവത്തിന്റെ family, കരം എന്റെ സഭയിൽ വന്നാൽ, if God's hands comes on my ദൈവത്തിന്റെ കരം church, എന്റെ ശുശ്രൂഷയിൽ വന്നാൽ, if God's hand comes in my അതിനെതിരെ service, ആർക്ക് നിൽക്കാൻ പറ്റും? no one else will be able to stand ദൈവം against that. അനുകൂലമെങ്കിൽ പ്രതികൂലമായ, If God is for you, who can be എത്ര പേര് against you? വിശ്വസിക്കുന്നുണ്ട്? How many of you believe എത്ര that? പേര് ഏറ്റെടുക്കാൻ How many തയ്യാറാണ്? of you are ready to accept that? ദൈവത്തിന്റെ പ്രവൃത്തി എനിക്ക് വേണ്ടി വെളിപ്പെടാൻ God's പോകുകയാണ്. work is going to work for me. ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവസന്നിധിയിലാണ്. I am praying in the presence of അടഞ്ഞ God. വഴികളെ തുറക്കുന്ന ഒരു ദൈവമുണ്ട്. God can open doors for you. പിശാച് എത്ര ശക്തിയോട് അടച്ചു വെച്ചാലും, Doesn't matter how boldly the Satan has shut the doors. ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരം നമുക്ക് വേണ്ടി വെളിപ്പെടുമ്പോൾ, God's hands work for us. ഞാൻ വിശ്വസിക്കുന്ന അസാധാരണമായ പ്രവൃത്തികൾ നമ്മുടെ മേൽ വെളിപ്പെടുമ്പോൾ, And I believe that supernatural works will be manifested through us. ശത്രു എത്ര അടച്ചു വെച്ചാലും തുറന്നു വരുന്ന ദൈവീയ പ്രവൃത്തികളെ, How much strong the Satan closes the door, that God can open that for you. ആത്മാവിൽ ഇന്ന് പകൽ എത്ര പേര് കാണും? How many of you can see that in spirit? എത്ര പേര് പ്രാർത്ഥിക്കും? How many of you can pray that for that? കർത്താവേ, നഷ്ടങ്ങളെ ലാഭമാക്കുന്ന ഒരു ദൈവമുണ്ട്. God who can change your losses into gain. എനിക്ക് വേണ്ടി വാതിലുകളെ തുറക്കുന്ന ഒരു ദൈവമുണ്ട്. There's a God who opens doors for me. ദാവീദിന്റെ താക്കോൽ ഉള്ളവനാണ് അങ്ങയുടെ He കരം. has the keys for David. ആരും അടയ്ക്കാൻ കഴിയാതെ വണ്ണം തുറക്കുന്നവനാണ് അങ്ങയുടെ He കരം. opens where no one could close. എത്ര പേര് അത് വിശ്വസിക്കാൻ How many തയ്യാറാണ്? of you believe that? നിനക്ക് വേണ്ടി കർത്താവ് തുറന്നാൽ അത് ആർക്കും അറിയാൻ പറ്റത്തില്ല. If God opens a door for you, no one will be able to close that. ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി കർത്താവിന്റെ ദൂതനെ അയക്കണോ? ദൂതനെ അയച്ചു തുറക്കും. If you need angels to be sent, God will send angels. ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, When church prayed together, കാരാഗ്രഹത്തിൽ കിടന്ന പത്രോസിനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ, God brought Peter out of the prison. ഇടപെടാതെ പ്രാർത്ഥിക്കുന്നതിന്റെ ഭക്തന് വേണ്ടി സ്വർഗ്ഗം ഇറങ്ങി വരും. For the person who prays all the time, God will work for them. ഇന്ന് പകൽക്കാലം അങ്ങനെ വിശ്വസിക്കാൻ തയ്യാറാണോ? How many of you are ready to believe that? 17-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. Psalm 17 verse 6. 17-ാം വാക്യം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യം കൂടെ ദൈവത്തിൽ വായിച്ച്, Psalm 17 verse 6. ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു, നീ എനിക്ക് ഉത്തരം മരുളുമല്ലോ. നോക്കണമേ, എനിക്ക് ഉത്തരം മരുളുമല്ലോ. For you hear my prayers. ദൈവത്തോട് അപേക്ഷിക്കുന്നവർക്ക് ഉറപ്പോടെ പറയും ഉത്തരം മരുളുന്നൊരു If you ദൈവം. call upon him, he will answer. ഉത്തരം കാണാൻ പോകുകയാ. You're going to see them answers. പ്രാർത്ഥിച്ച വിഷയത്തിന് മുമ്പിൽ, For the prayer, for your prayers, കരയുന്ന വിഷയത്തിന് മുമ്പിൽ, for your crying matters, ഇടപെടാതെ ദൈവമുഖത്തേക്ക് നോക്കുന്ന വിഷയത്തിന് for the things that you're looking into the presence of God. ഉത്തരം തരുന്നൊരു ദൈവം. God who answers your prayers. ഉത്തരം മരുളിയിരിക്കുക. He has answered already. വിശ്വാസം അകത്ത് വരട്ടെ. Let that you have that belief നമ്മുടെ in you. ആരാധനയ്ക്കകത്ത് വരട്ടെ. In your നമ്മുടെ worship, you have പ്രാർത്ഥനയ്ക്കകത്ത് that വരട്ടെ. belief. നമുക്ക് Amen. ഉത്തരം തന്നിരിക്കുക. God has already answered. എത്ര പേര് അത് വിശ്വസിക്കാൻ How many of തയ്യാറാണ്? you believe that? കർത്താവിന്റെ പാദപീഠത്തിൽ ഉറപ്പോടെ പറയണം, Can we say that with assurance എന്റെ this ചില morning? വിഷയങ്ങൾക്ക് കർത്താവ് ഉത്തരം അരുളി. For some of my problems, God has already answered. വിശ്വാസത്തോടെ പറയാൻ You പറ്റുമോ? should say that with faith. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ You should പറ്റുമോ? say, pray with faith. എനിക്ക് ഉത്തരം അരുളി ഒരു ദൈവം. God has already answered. ഓ, അങ്ങനെ വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. I thank God for the people who believe that. പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ കാണട്ടെ. And we're going to see that in our day-to-day life. Let that
that come into our family. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവന്റെ കരം The one who works for us. ഉറുകി പോയിട്ടില്ല. And his hands are still കേൾക്കാൻ alive. കഴിയാതെ വണ്ണം In order not to hear. അവന്റെ ചെവി He is മന്ദമായിട്ടില്ല. not deaf. ഓ ഇന്ന് പകൽ അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? Can you believe that? എത്ര പേര് അത് How വിശ്വസിക്കുന്നുണ്ടോ? many believe that? അവരെ കരങ്ങളെ ഓർത്ത് ഒരിക്കൽ കൂടെ Let's raise ശക്തിയോടെ our hands and praise God. ഹല്ലേലൂയ ശക്തിയോടെ Hallelujah. ഹല്ലേലൂയ Hallelujah. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. May God bless us with this verse. ഇന്ന് പകൽ കാലം